1 കപ്പ് പച്ചരി, 1/2 കപ്പ് ചെറുപയർ, 1/2 കപ്പ് തുവരപ്പരിപ്പ്, 1/2 കപ്പ് ഉഴുന്ന്, 3-4 വറ്റൽമുളക്. ഇത്രയും നന്നായിട്ട് കഴുകി രാത്രി അടച്ച് വെള്ളത്തിൽ അടച്ച് വയ്ക്കുക. രാത്രി ഫുള്ള് കുതിരട്ടെ. അപ്പം നമ്മൾ രാത്രി വെള്ളത്തിലിട്ട പരിപ്പും അരിയെല്ലാം നന്നായിട്ട് കുതിർന്നതാണ് വന്നിട്ടുണ്ട്. ഇനി ഇത് കഴുകണ്ട, നമ്മൾ കഴുകി വെള്ളത്തിൽ കുതിരാനിട്ടാണ്. അപ്പം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് ചേർക്കുക. ഇനി നിങ്ങൾക്ക് പൊടിയല്ല കായം, കട്ടക്കായമാണെങ്കിൽ രാത്രി തന്നെ കഴുകിയിട്ട് ഒരു കഷ്ണം കായം ഈ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ, ഈ അരിയുടെ കൂടെ ഇട്ട് വെച്ചിരുന്നാൽ കുതിർന്നിട്ട് കിട്ടും. അല്ലെങ്കിൽ അരയാൻ പാടില്ലേ രാവിലെ, അല്ലെങ്കിൽ കായം ഉരുക്കി ഒഴിക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ പൊടി ആയതുകൊണ്ട് രാവിലെ ചേർക്കുന്നുള്ളൂ. ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർക്കണം. ഇത്ര വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കരുത്, ഒരു ചെറിയ റവ പരുവത്തിന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ചേർക്കാം. ചെറിയൊരു തരിവരിപ്പ് വേണം, എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി, കറിവേപ്പില നന്നായിട്ട് ചേർക്കണം. കറിവേപ്പില അരിഞ്ഞിടുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റേണ്ടി വരില്ല. പിന്നെ ഞാൻ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കണം. സവാളയല്ല, ചുവന്നുള്ളി അരിഞ്ഞത് തന്നെ ചേർക്കണം. അപ്പോൾ ആ ഉള്ളി മൊരിഞ്ഞിട്ടുള്ള നല്ലൊരു സ്മെല്ല് അടക്കി കിട്ടും. പിന്നെ കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇടുക, ചതച്ച മുളക്, കുറച്ച് കുരുമുളക് പൊടി ചേർത്താൽ നല്ലതാട്ടോ, അതും കൂടെ ഞാൻ ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതാ നമുക്ക് ദോശക്കല്ലടുപ്പിൽ വെച്ചു. അപ്പോൾ നമ്മൾ ദോശക്കല്ലയിൽ നല്ലെണ്ണയാണ് കേട്ടോ. നമുക്ക് കുറച്ച് നല്ലെണ്ണ മൊയ്ത് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് എണ്ണ ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണ തന്നെ, എള്ളിൻ്റെ എണ്ണ തന്നെ വേണം, എന്നാലാണ് നല്ല രുചിയും നല്ല സ്മെല്ലും കിട്ടുള്ളൂ.